ഊട്ടി കൊടൈക്കനാൽ മൈസൂരും ഒന്നല്ല, നമ്മളിപ്പോഴും സൗദിയിൽ തന്നെയാണ്. രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ നല്ല മഞ്ഞാണ് കേട്ടോ. ഇപ്പം സമയം 6:30 ആയിട്ടുണ്ട്, പക്ഷെ മഞ്ഞോണ്ട് വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇന്ന് നല്ല ചൂട് കടലക്കറിയും ദോശയും ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടോ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ കുറച്ച് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 12:30 ആയപ്പോൾ വേർമിസല്ലി വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം ഒന്നാമത് നൂഡിൽസ് പോലെയാണ്, അതിൻ്റെ കൂടെ അത്യാവശ്യം വെജിറ്റബിൾസും അതുപോലെ തന്നെ മുട്ടയൊക്കെ അകത്തെത്തിക്കോളും. ഉച്ചയ്ക്ക് ഇന്നലത്തെ പൂളയും മത്തിക്കറിയും ബാക്കിയുള്ളതുകൊണ്ട് ഞാനതാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അവയ്ക്കാണെങ്കിൽ വീണ്ടും നൂഡിൽസ് മതിയെന്ന്. നൂഡിൽസ് എന്ന് പറയുന്നത് ആ ഉപ്പുമാവിനാണ് കേട്ടോ. അത് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അത് കഴിച്ച്. വൈകിട്ടായപ്പോഴത്തേക്കും തണുപ്പ് ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. 6 ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ അഖിലേട്ടൻ വരുമ്പോഴത്തേക്കും ഞാനൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഈ തണുപ്പുള്ള സമയത്ത് ചൂട് ചിക്കൻ സൂപ്പൊക്കെ കുടിക്കാൻ പ്രത്യേക സുഖമാണല്ലോ. അങ്ങനെ അതും കുടിച്ച് നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പാണ്ഡയിലേക്ക് പോയിട്ടോ. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഞങ്ങളധികം വെള്ളിയാഴ്ചയാണ് സാധനങ്ങൾ വാങ്ങിക്കാറ്. പക്ഷേ ഇവിടെ നോമ്പ് തുടങ്ങായതുകൊണ്ട് ഇനി നാളെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, പുറത്തിറങ്ങാൻ പറ്റലുണ്ടാവില്ല. മുട്ട വാങ്ങിക്കാൻ പോയപ്പം ഭയങ്കര കൺഫ്യൂഷൻ. പല കളറിൽ പല സൈസിലുള്ള പല ടൈപ്പ് മുട്ടകൾ. ലാസ്റ്റ് ഈ ഒരു ബ്രൗൺ കളർ മുട്ട വാങ്ങിച്ചിട്ടോ. അതിൻ്റെ ഉണ്ണിക്ക് പ്രത്യേക ഒരു റെഡ് കളർ ഉണ്ടായിരുന്നു. പിന്നെ കോഫിയുടെ മണം പിടിച്ച് പോയി നോക്കിയപ്പം കോഫി ബീൻസ് ആണ് കേട്ടോ. അത് കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇത് നമ്മൾ ചായയിലൊക്കെ ഇടുന്ന ഡ്രൈ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് കൂടി അകത്താക്കി. പിന്നെ ഇന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ബുക്കാരി റൈസ് ആണ് വാങ്ങിച്ചത്. അത് അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഞാൻ അൽഫാം ചിക്കനും വാങ്ങിച്ച്, അഖിലേട്ടൻ ഷവായ ചിക്കനും വാങ്ങിച്ചിട്ടോ. പക്ഷേ ഈ ഒരു ഷവായ ചിക്കൻ അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഞാൻ ഷവായ ചിക്കനും അഖിലേട്ടൻ അൽഫാമും കഴിക്കേണ്ടി വന്ന്. അത് പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം.